ഇങ്ങനെ പറ്റും ഇതിലെങ്ങോട്ട് കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കറക്റ്റ്
ഒരാളും കൂടെയാണ്. നന്നായിട്ട് അടിച്ചെങ്കിൽ അവിടെ യൂണിറ്റ് അധ്യാപകരെ ഉൾപ്പെടെ എന്നിട്ട് ലാസ്റ്റ് മീഡിയാസ് ഇതിനെ എടുക്കുന്ന സമയത്താണ് അവിടെ ജീവനക്കാർ വന്നിട്ട് അത് നടന്നത്. അത് സൂപ്പറാണ്. ABC അത് നിങ്ങൾ എല്ലാവരും വൈകുന്നേരം എന്തെങ്കിലും പരിപാടി വെക്കുന്നുണ്ട് ആ പേരടക്കം തന്നെ പറയണം. ABC അതിനകത്ത് വീഡിയോ എത്തുന്നുണ്ട്. അവര് റിബിനെ അവിടെ കിടത്തിയിരിക്കുന്ന സമയത്ത് ഇവര് ചാനൽ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ മറക്കും എടുക്കാൻ പാടില്ല. അവരെ പേര് പറയണം. അവരെ കുറെ കുട്ടികൾ പരാതിപ്പെടാൻ അറിയും. കഴിഞ്ഞ ദിവസം പോലും അവര് യൂണിയനൊന്ന് കൂട്ടിക്കൊണ്ട് പോയി കമന്റ് പ്രവർത്തകം പോലും ഇല്ലാത്ത വിദ്യാർത്ഥിനെ ഇടിമുറി കൊണ്ടുപോയിട്ട് അവരടിക്കുകയും അവിടുത്തെ സ്റ്റാഫ് തന്നെ അവർക്ക് സപ്പോർട്ടാണ്. അവിടെ ഇപ്പോൾ ഉള്ളത് ജോഷി, ഒരു പ്രജിൻ, രണ്ടുപേരുമാണ്. പ്രിൻസിപ്പാൾ തന്നെ പറയുന്നത് ഞാനിവിടെ നിസ്സഹായനാണ്, എനിക്ക് ഇവിടുന്ന് പിന്നെ ട്രാൻസ്ഫർ ആ ഒരു രീതിയിലുള്ള സമീപനം നിങ്ങൾക്ക് അറിയില്ലേ അവരുടെ സമീപനം ആ രീതിയിലാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് വരുന്നവരൊക്കെ അതേ ഇതേ എടുക്കും, ആ സ്റ്റാൻഡേ എടുക്കും. അവിടെ കഴിഞ്ഞ ആഴ്ച ഒരു അധ്യാപകന രസകരമാരെ ചീത്ത വിളിച്ചിട്ട് അധ്യാപകൻ പരാതി കൊടുത്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിടൂല. അതാണ് നാളത്തെ നോമിനേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ടാക്കുക. അതാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, അത് ഏതെങ്കിലും ഒരു ITL പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. അതിനാണ് ചെയ്തത്. നടക്കൂല, ജയിക്കും. അതാണ് ഒരു ബാക്കി എല്ലാവരും ഒന്ന് വെയിറ്റ് കേട്ടോ, ഒന്ന് വെയിറ്റ് എല്ലാവരും കൂടെ ICU ആണ്.
പിടിച്ചോ അങ്ങനല്ലേ വരുന്നേ സ്കിൽ ലാബിൽ ഇരിക്കാന്ന് പറഞ്ഞു. അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് സമസ് ഡോക്ടറുടെ സംസാരിക്കുന്നല്ലേ പിന്നെ പ്രശ്നം വരാനുള്ള ഒരു സാധ്യത മാത്രമേ ഇതിനകത്ത് ഒരു കോംപ്ലിക്കേഷൻ ഉള്ളൂ. അതർവൈസ് അതിന് സർജിക്കലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കൺസേണിങ് അത് ഒബ്സർവ് ചെയ്യണം. അതെ അതെ, തൽക്കാലം അത് നമുക്കൊന്ന് രക്തനാടിന്റെ ഫ്ലോവും കൂടെ നോക്കാനുണ്ട്. അപ്പൊ അതുവരെ പിന്നെ ഈ നമ്മുടെ സർവൈക്കൽ കോളർ വെച്ചിട്ടുണ്ട്, അതൊന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ഇപ്പം ചെയ്യാം, നമ്മൾ നോക്കിയെടുത്തോളം വേറെ ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല. അതില് പിന്നെ ഇവിടെ അതെ, ആ പുള്ളിക്കാരന്റെ ഒന്നെന്ന് വെച്ചാല് കഴുത്തിന്റെ പുറകുവശത്ത് ഈ പിന്നെ ഇത് അടിച്ചതിന്റെ കൊണ്ടുള്ള ചെറിയൊരു മുഴയുണ്ട്. പക്ഷെ അതിനെക്കൊണ്ട് ആൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്കാൻ ചെയ്തതിന്റെ അകത്ത് ഉള്ളിലേക്ക് ഉള്ള ഒന്നും കാണുന്നില്ല. പക്ഷെ അതിന് ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് കുറച്ചും അവിടെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കുന്നത്. അതല്ല, പേരതല്ല. അർജന്റ് അത് കുഴപ്പമില്ല, നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒബ്സർവേഷനിൽ വെച്ചതേ ഉള്ളൂ. അതെ, അതർവൈസ് അല്ലാതെ അത് ആളുടെ ഒന്ന് പിന്നെ അത് മാത്രം ഒരു കൺസേണിങ് ആയിട്ടുള്ള ഇനി മറ്റേ ഇതൊന്നും റെഡിയാക്കുന്ന നമുക്ക് നോക്കാം. ഇതിൽ
പോളിയില ഐറ്റിയില് ഇന്ന് രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വന്ന് എന്നോട് പരാതി പറഞ്ഞ തുടർച്ചയായ അക്രമമാണ് എന്ന് പരാതി പറഞ്ഞ കുട്ടികളാണ് ഇന്നിപ്പോൾ അടിയേറ്റ് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത്. അവിടെ നാളെ ഇലക്ഷൻ്റെ നോമിനേഷൻ കൊടുക്കേണ്ട ദിവസമാണ്. അത് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രൂരമായ ആക്രമണം SFI നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടത്തി. കണ്ണൂരിൽ CPM അടുത്ത തലമുറയിലേക്കുള്ള ക്രിമിനലുകളെ ഈ SFIക്കാരിൽ കൂടി വളർത്തുകയാണ്. ഈ ITIയിലും തൊട്ടപ്പുറത്തെ പോളിടെക്നിക്കിലേക്കും 2 യൂണിയൻ ഓഫീസുകളും ഇടിമുറികളാണ്. അത് കേസുകാരെ മാത്രമല്ല, SFI അല്ലാത്ത എല്ലാവരെയും അവർ ആക്രമിക്കുകയാണ്. ഏതോ ഇൻസ്റ്റഗ്രാമിൽ ഒരു വിഷയത്തിന് ലൈക്ക് ഇട്ടു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കേസു അനുഭാവിയല്ലാത്തൊരു കുട്ടിയെ കൊണ്ടുപോയി ഇടിമുറിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. ഇതെന്താണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്? പോളിടെക്നിക്കിലും ITIയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് പ്രായമുണ്ട്? 18-19 വയസ്സൊക്കെ ഉള്ള കുട്ടികളെയാണ് ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. മാരകായുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നത്. ഒരു കുട്ടിക്ക് ഗുരുതരമായ പരിക്കാണുള്ളത്, അല്ല നട്ടലിനാണ് ക്ഷതമേറ്റിരിക്കുന്നത്. കുറേ ക്രിമിനലുകൾ വന്ന് വ്യാപകമായ ആക്രമണം നടത്തുകയാണ്. കുറേ അധ്യാപകരതിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു നടപടിയെടുക്കാതെ കൂട്ടുനിൽക്കുകയാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ കൂട്ടുനിൽക്കുകയാണ്. നിങ്ങളെ മാധ്യമപ്രവർത്തകരെ തടഞ്ഞാൽ അവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫാണ്. കുറേ അധ്യാപകരിതിന് കൂട്ടുനിൽക്കുകയാണ്. പ്രിൻസിപ്പൽ നിസ്സംഗനായി നിസ്സഹായനായി നിൽക്കുകയാണ്. കാരണം പറ്റില്ല, പച്ച തെറിയാണ് പറയുന്നത്. ഈ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുകയാണ്. ഏറ്റവും മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയാണ്. അധ്യാപകർ അവരുടെ കൂടെ നിൽക്കാത്ത അധ്യാപകരെ കയ്യേറ്റം ചെയ്യാണ്. എങ്ങനെയാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നത്? SFI അല്ലാത്ത എല്ലാവരും ആക്രമിക്കപ്പെടുകയാണ്. ഇത് അവസാനിപ്പിച്ചേ മതിയാവൂ. പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. പുറത്ത് പോലീസിനെ നിർത്തിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ടാണ് അകത്ത് അക്രമം നടക്കുന്നത്. പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ആരെയാണ്? പോലീസ് ലാത്തി ചാർജ് ചെയ്ത് ഇരകളായിട്ടുള്ള ആളുകളാണ് ലാത്തി ചാർജ് ചെയ്തത്. അക്രമികൾ പോലീസിൻ്റെ അടുത്ത് നിന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത്. SFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ക്രിമിനലുകളാണ് ഇത് ചെയ്തത് മുഴുവൻ. അവർക്ക് ഈ CPM നേതൃത്വമാണ് മുഴുവൻ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത്. എന്ത് വൃത്തികേട്! ഇത് ഏത് കാലത്താണ് ഇവർ ജീവിക്കുന്നത്? ഇങ്ങനെയാണ് ഇത് വളർത്തുന്നത്. ഇങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടന വളർത്തുന്നത്. ഏറ്റവും ഹീനമായ രീതിയിലുള്ള അക്രമമാണ്. അത് പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികളുമായി സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി ഇത് ഗൗരവമായിട്ട് ഞങ്ങൾ ഏറ്റെടുക്കും. ഞങ്ങൾ ആലോചിക്കട്ടെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾ ആലോചിക്കട്ടെ. ഏത് തരത്തിലുള്ള സമരവുമാക്കി ഞങ്ങൾ മാറ്റിയെടുക്കും. വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ ഈ വിഷയത്തെ നോക്കിക്കാണുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല. ഒരു തരത്തിലും ഞങ്ങളുടെ കുട്ടികളെ ഈ ക്രിമിനലുകളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വലിയ പോലീസ് സപ്പോർട്ട് ഒരു കാര്യത്തിന്റെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഈ ക്രിമിനലുകൾ നേതൃത്വം കൊടുക്കുന്നത്. ഈ അടിക്കാൻ വേണ്ടി പറയുന്നവനെ തൂക്കിയെടുക്കണ്ടേ പോലീസ്? അടിക്കാൻ വേണ്ടി പറയുന്ന SFI ജില്ലാ സെക്രട്ടറിയും നേതാവും ഒക്കെ പോലീസിന്റെ കൂട്ടത്തിൽ നിന്നാണ് ഈ പറയുന്നത്. അവരെ ഒന്ന് മാറ്റി ഒരു വണ്ടി കൊണ്ടുപോയി ഇരുത്താൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല. ഭയന്നാണ് പോലീസ് ഭരിക്കുന്നത്. വേറെ ആളുകളല്ലേ പോലീസിനെ നിയന്ത്രിക്കുന്നത്. ഞാൻ കമ്മീഷണറോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഗൗരവമായി നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വീകരിച്ചില്ലേ നമുക്ക് അപ്പോൾ ആലോചിക്കാം നമുക്ക് എന്താ ചെയ്യണം. വളരെ ഒരാൾക്ക് വളരെ ഗുരുതരമായ പരിക്കാണ്. കുട്ടികൾക്കൊക്കെ പരിക്കേറ്റിട്ടുണ്ട്. വ്യാപകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ്, ആയുധപ്പൊരയാണ് ഈ 2 ക്യാമ്പസും.
ITIയും പോളിടെക്നിക്കും ആയുധപ്പുരയാണ്. പോലീസ് അത് റെയ്ഡ് ചെയ്ത് ആയുധങ്ങൾ പിടിക്കണം, അടിയന്തരമായി പിടിക്കണം. വേറെ ആൾക്ക് നോമിനേഷൻ പോലും കൊടുക്കാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഈ അക്രമം നടത്തിയത്. നാളെ നോമിനേഷൻ തടയുന്നത്. എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇതിനെ നേരിടും, ഉറപ്പായിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, അവിടെ ASU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടാവില്ലെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം. അവിടെ അങ്ങനെ ITIയിലും പോളിയിലും അതുണ്ടാവില്ലെന്ന് കണ്ണൂർ പത്രപ്രവർത്തനം നടത്തുന്ന അവരാ പറയുന്നത് പച്ചക്കള്ളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അവിടെ എന്താ നടക്കുന്നതെന്നും ഞാൻ പറയില്ല. അവിടെ KSU ആകണമെന്നില്ലെന്ന്. നിഷ്പക്ഷനായിട്ട് ആ ക്യാമ്പസിൽ പഠിക്കാൻ പറ്റില്ല. അവർ കൊണ്ടേ അടിക്കുക, അതിൻ്റെ അകത്ത് കൊണ്ടേ അടിക്കും. നിഷ്പക്ഷനായ ആ സ്ഥിതിയാണ്. അതുപോലെ കേരളത്തിൽ ഒരു ക്യാമ്പസിലും കാണാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. നമുക്ക് നോക്കാം, ഞങ്ങളുടെ കുട്ടിയെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റുമെന്ന് ഞങ്ങൾ നോക്കട്ടെ.